ഹായ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് മറ്റൊരു മൂവി സജഷനുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. തന്റെ വൈറ്റ് ഗേൾ ഫ്രണ്ടിന്റെ പാരന്റ്സിനെ മീറ്റ് ചെയ്യാൻ അവളോടൊപ്പം അവളുടെ വീട്ടിലേക്ക് ഒരു യാത്ര പോകുന്ന ഒരു ബ്ലാക്ക് ആഫ്രിക്കൻ അമേരിക്കൻ ചെറുപ്പക്കാരന് അവിടെ കിട്ടുന്ന വളരെ മികച്ച സ്വീകരണങ്ങളുടെയും തുടർന്നുള്ള സംഭവങ്ങളുടെയും കഥയാണ് ഈ സിനിമ പറയുന്നത്. അപ്പൊ മൂവിയുടെ പേരും മറ്റ് ഡീറ്റെയിൽസും കൂടെ പറയുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുമല്ലോ അല്ലെ? എങ്കിൽ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫിലിം 2017 റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലറാണ്. ഫിലിമിന്റെ പേര് ഗെറ്റ് ഔട്ട്. നേരത്തെ പറഞ്ഞ പോലെ സിനിമ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ആയിട്ടുള്ള ചെറുപ്പക്കാരന്റെ ചില അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. റേസിസം എത്ര വലിയ ഇഷ്യൂ ആണെന്ന് അറിയാലോ. എസ്പെഷ്യലി US-ലൊക്കെ ബ്ലാക്സ് എന്ന് വിളിക്കപ്പെടുന്ന ആഫ്രിക്കൻ എത്നിസിറ്റി പെട്ട ആൾക്കാർ പല നോർമൽ സിറ്റുവേഷൻസിൽ പോലും ഫേസ് ചെയ്യുന്നത് കടുത്ത പാർഷ്യാലിറ്റി ആണ്. ആൻഡ് അവർക്കെതിരെയുള്ള ക്രൈംസും കുറവല്ല. മൂവി തുടങ്ങുന്നത് തന്നെ ഈ റേസിസം റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈംസിന്റെ എക്സാമ്പിൾ ആയിട്ട് കാണാവുന്ന ഒരു സീൻ കാണിച്ച് ആ ഫിലിമിന്റെ മൂഡ് സെറ്റ് ചെയ്ത് നമ്മളെ അതിലേക്ക് പുള്ള് ചെയ്തുകൊണ്ടാണ്. ക്രിസ് എന്ന് പറയുന്ന ഒരു മികച്ച ഫോട്ടോഗ്രാഫർ കൂടിയായ നമ്മുടെ പ്രോട്ടഗോണിസ്റ്റും റേസിസം റിലേറ്റഡ് ആയ പല ഡിസ്ക്രിമിനേഷനും ഡെയിലി ലൈഫിൽ ഫേസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ചില ഇൻസിഡൻസ് നമ്മൾ സിനിമയിൽ ചിലയിടങ്ങളിൽ കാണുന്നുണ്ട്. ക്രിസിന്റെ അമ്മ കുഞ്ഞിലെ ഒരു ഹിറ്റ് ആൻഡ് റണ്ണിൽ മരിച്ചതാണ്. ഇപ്പോ പുള്ളിക്കൊരു ലവർ ഉണ്ട്. ആൻഡ് ഒരു ദിവസം അവൾ ക്രിസിനെ അവളുടെ പാരന്റ്സിനെ മീറ്റ് ചെയ്യാൻ ക്ഷണിക്കുവാണ്. അതിനായിട്ട് അവരുടെ ന്യൂയോർക്കിലെ ഫാം ഹൗസിലേക്ക് പോകണം. പുള്ളിക്കാരി വളരെ റെപ്യൂട്ടഡ് ആയ ഒരു വൈറ്റ് ഫാമിലിയിലെ ഒരു ന്യൂറോ സർജൻ അച്ഛന്റെയും സൈക്കാട്രിസ്റ്റ് അമ്മയുടെയും മകളാണ്. ആൻഡ് ഒരു വൈറ്റ് ഫാമിലി ആയതുകൊണ്ട് തന്നെ ക്രിസിന് അവരെ മീറ്റ് ചെയ്യാൻ പോകുന്നതിൽ കുറച്ച് താല്പര്യക്കുറവുണ്ട്. എങ്കിലും മനസ്സില്ലാ മനസ്സോടെ പുള്ളി അവളോടൊപ്പം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇങ്ങനത്തെ സ്റ്റോറി പ്രൊസീഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്തെടുക്കുന്ന കുറച്ച് സംഭവങ്ങൾ കാണുമല്ലോ. അതായത് ക്രിസ് ലവറായ റോസിന്റെ വീട്ടിലെത്തുമ്പോൾ പുള്ളിക്ക് നമ്മൾ ആദ്യം കണ്ട പോലത്തെ ബ്ലാക്സിനെതിരെയുള്ള വയലൻസ് പോലുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നൊക്കെ. അങ്ങനെയൊക്കെ തന്നെയാണ് ഫിലിം കണ്ടു തുടങ്ങി കുറച്ചായപ്പോൾ ഞങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തത്. പക്ഷെ ഗെറ്റ് ഔട്ട് എന്ന മൂവി വ്യത്യസ്തവും വളരെ പ്രശംസ അർഹിക്കുന്നതും ആവുന്നതിനുള്ള റീസൺസിൽ ഒന്നെന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന പോലെ ഒന്നുമല്ല അതിന്റെ സ്റ്റോറി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ, ഹൊറർ എന്ന് പറയുമ്പോൾ അതിൽ പ്രേതവും സൂപ്പർ നാച്ചുറൽ എലമെന്റ്സും ഒന്നും വേണ്ടെന്ന്. ഹൊറർ ജോണറിൽ വരുന്ന ഒരു സിനിമയുടെ ഉദ്ദേശം അത് കാണുന്ന ആളുകൾക്ക് പേടിയാവുക, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു ഭയം ജനിപ്പിക്കുക എന്നിങ്ങനെയൊക്കെ അല്ലേ. ഈ ഒരു കാര്യം ഗെറ്റ് ഔട്ട് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട്. ആൻഡ് മിസ്റ്ററി മൂവി കൂടെ ആണെന്ന നിലയ്ക്ക് ത്രൂ ഔട്ട് ദ ഫിലിം അടുത്ത ഓരോ മൊമെന്റിലും എന്താണ് സംഭവിക്കുക എന്ന ആകാംക്ഷയിലാണ് നമ്മൾ ഇരിക്കുക. മൂവിയിലെ ലീഡ് റോള് ചെയ്തിട്ടുള്ള ഡാനിയൽ കലൂയയുടെ വണ്ടർഫുൾ പെർഫോമൻസ് സിനിമയ്ക്ക് കൊടുത്തേക്കുന്ന മൈലേജ് ചെറുതല്ല. ഏതാണ്ട് മുഴുവൻ സമയവും സിനിമയിൽ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ ക്രിസ് എന്ന ക്യാരക്ടറിനെ തന്നെയാണ്. ആൻഡ് അതിൽ തന്നെ മെജോറിറ്റിയും ക്ലോസപ്പ് ഷോട്ട്സ് കൂടെയാണ്. തന്റെ പണി കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഡയറക്ടർക്ക് ഒരു ആക്ടറിന്റെ ക്ലോസപ്പ് ഷോട്ട്സ് എടുക്കുക എന്നത്, അതും ഇത്രയധികം ഡ്യൂറേഷനിൽ അത് ചെയ്യണമെങ്കിൽ ആ ആക്ടറിന്റെ ടാലന്റിൽ അത്രയധികം കോൺഫിഡൻസ് ഉണ്ടാവണം. ഈ ഫിലിമിന്റെ ഡയറക്ടർ ജോർഡൻ പീൽ നമ്മളിൽ ചിലർക്കെങ്കിലും അറിയാവുന്ന ഒരു സ്റ്റേജ് പെർഫോമർ ആണെങ്കിലും ഗെറ്റ് ഔട്ട് അദ്ദേഹം ആദ്യമായി ഡയറക്ട് ചെയ്ത സിനിമയാണ്. പക്ഷെ അദ്ദേഹം കാണിച്ച കോൺഫിഡൻസിന് ഡാനിയൽ കലൂയ കൃത്യമായിട്ട് കൊടുത്ത ഔട്ട്പുട്ട് ഫിലിമിന്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് ആയി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ആൻഡ് ഇതിലെ മറ്റ് ആക്ടേഴ്സും അവരവരുടെ പോർഷൻസ് വളരെ കൃത്യമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. റോസ് എന്ന ക്യാരക്ടർ ചെയ്ത ആലിസൺ വില്യംസിന്റെ ഒക്കെ അഭിനയം ഞാൻ കൂടുതൽ പറഞ്ഞു വില കുറച്ച് കാണുന്നില്ല. നിങ്ങൾ തന്നെ സിനിമ കണ്ട് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒന്നാണ്. സെലക്ട് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റ് അല്ല, അത് ഹാൻഡിൽ ചെയ്തിരിക്കുന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ള നരേറ്റീവ് സ്റ്റൈലാണ് ഗെറ്റ് ഔട്ടിനെ ഡിഫറെന്റ് ആക്കുന്നത്. ആൻഡ് അതിന് വളരെ ഹെൽപ്ഫുൾ ആയ ഒന്ന് തന്നെയാണ് അതിന്റെ സ്ക്രീൻ പ്ലേ. കൃത്യമായ ഒരു പേസ്, എവിടെയും ഹറീഡ് ആക്കാതെ എന്നാൽ ചെറുതായിട്ട് പോലും ഒരു ലാഗ് ഫീൽ ചെയ്യാതെ ഇങ്ങനെ ഒരു തീമിൽ വരുന്ന മൂവി കൊണ്ടുപോവുക എന്നത് ആ സ്ക്രീൻ പ്ലേ തയ്യാറാക്കിയതിൽ മിടുക്കായിട്ട് തന്നെ കാണണം. അത് പറയുമ്പോൾ 2018 ഏറ്റവും മികച്ച ഒറിജിനൽ സ്ക്രീൻ പ്ലേക്കുള്ള ഓസ്കാർ കിട്ടിയ ഒരു സിനിമയെ പറ്റിയാണ് നമ്മൾ ഈ പറയുന്നത് എന്നുകൂടി ഓർക്കണം. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞ പോലെ ഒരു അടിപൊളി ഹൊറർ മിസ്റ്ററി ത്രില്ലർ മൂവി, അതും 21st സെഞ്ച്വറിയിലെ ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നെന്ന് പല ക്രിട്ടിക്സും വിലയിരുത്തിയിട്ടുള്ള ക്രിട്ടിക്കലിയും കമേഴ്ഷ്യലിയും വളരെ അക്ലെയിംഡ് ആയ ഒരു സിനിമയാണ് ഗെറ്റ് ഔട്ട്. ഇതുവരെ നിങ്ങൾ കാണാത്ത ഒരു സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണാൻ ശ്രമിക്കുക. കണ്ടു കഴിയുമ്പോൾ ഈ സിനിമയ്ക്ക് എന്തുകൊണ്ടാണ് ഈ പേര് കൊടുത്തേക്കുന്നത് എന്നുകൂടി നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ സിനിമ കണ്ട ശേഷമുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുമെന്നും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ.